സോഷ്യൽ എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, അത് ബോർ യുദ്ധങ്ങളെ കുറിച്ചാണ് അല്ലേ. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ബോർ യുദ്ധങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇതാ പഠിക്കാൻ പോവാണ്. അപ്പൊ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന ചാപ്റ്ററിൽ മക്കളെ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ബോർ യുദ്ധങ്ങളെ കുറിച്ചായിരിക്കും. അതേപോലെ ഗ്രേറ്റ് ട്രക്കും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് ബോയർ എന്ന് പറഞ്ഞാൽ, ആരാണ് ബോയ്സ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ബോയർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വെച്ചാൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിയിട്ടുള്ള ഡച്ച്, ഫ്രഞ്ച്, ജർമ്മൻ സെറ്റിലേഴ്സിനെയാണ്. അതായത് യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഡച്ച്, ഫ്രഞ്ച്, അതേപോലെ ജർമ്മൻ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ടല്ലേ. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇവരെയാണ് നമ്മൾ ബോയ്സ് എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് വന്ന, അതായത് ഡച്ച്, ഫ്രഞ്ച്, ജർമ്മൻ സെറ്റിലേഴ്സ് എവിടേക്കാണ് വന്നത്, സൗത്ത് ആഫ്രിക്കയിലേക്ക് വന്ന അവരെയാണ് നമ്മൾ ബോയ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ബോയർ എന്ന വാക്കിന്റെ അർത്ഥം ഡച്ചിൽ എന്താണെന്ന് വെച്ചാൽ ഫാമർ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ബോയ്സിനെ തന്നെ പിന്നീട് എന്തായിട്ട് അറിയപ്പെടാൻ തുടങ്ങി, ആഫ്രിക്കാനേഴ്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയാണ് ചെയ്തത്. 1 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. യെസ്, അതേപോലെ തന്നെ അവരുടെ ഭാഷയും സംസ്കാരവും പിന്നീട് എങ്ങനെയാണ് വിളിച്ചത്, ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ ഈ പോയിന്റ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോർ യുദ്ധങ്ങളിലേക്ക് കിടക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റത്തെ ഒരു ചോദ്യം പറയുന്നത് ഗ്രേറ്റ് ട്രക്കിനെ കുറിച്ചായിരിക്കും അല്ലെ. അപ്പൊ ഗ്രേറ്റ് ട്രക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ബ്രിട്ടീഷുകാർ, ഓക്കെ, ഇതാരാണ്, നമ്മുടെ ബ്രിട്ടീഷ് പീപ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ് ചെയ്തത്, നമ്മുടെ കേപ്പ് കോളനി അവരുടെ കയ്യിലാക്കുകയാണ് ചെയ്തത്. അപ്പൊ കേപ്പ് കോളനിയിൽ ആൾക്കാർ ആരായിരുന്നു, ഡച്ച് പീപ്പിൾസ് ആയിരുന്നു അല്ലെ ഉള്ളത്. അപ്പൊ ഡച്ച് പീപ്പിൾസിന്റെ അടുത്ത് നിന്ന് കേപ്പ് കോളനി ഇവർ കയ്യിലാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവർ എന്ത് ചെയ്യുകയാണ് ചെയ്തത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അവിടുത്തെ ഔദ്യോഗിക ഭാഷയായിട്ട്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ അവിടെ സ്ലേവറി പാടില്ല എന്നുള്ള ഒരു നയം കൂടെ ആര് കൊണ്ടുവരികയാണ് ചെയ്തത്, ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ ഇതുമായിട്ട് ഒത്തുപോകാൻ ആർക്ക് കഴിഞ്ഞില്ല, നമ്മുടെ ബോയ്സിന് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ബോയ്സ് ഈ ബ്രിട്ടീഷ് പോളിസീസിന് എതിരായതുകൊണ്ട്, അതായത് സ്ലേവറി ഒക്കെ വന്നാൽ ഇവർക്ക് ബുദ്ധിമുട്ട് വരും, കാരണം അവരുടെ കൃഷിയിൽ പണിയെടുക്കാൻ ആളുകൾ ഇല്ലാതാവില്ലേ. അപ്പൊ ഈ ഒരു കാര്യങ്ങളാൽ, അതായത് ബ്രിട്ടീഷ് പോളിസീസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തതിനാൽ ഇവരെന്ത് ചെയ്യാണ് ചെയ്തത്, വേറെ ഉൾപ്രദേശങ്ങളിലേക്ക്, സൗത്ത് ആഫ്രിക്കയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇവർ മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഇൻലാൻഡിലേക്ക് ഇവർ പോവുകയും പിന്നീട് ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നറ്റാൽ എന്നീ സ്ഥലങ്ങൾ ഇവരുടെ റിപ്പബ്ലിക് ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യുദ്ധത്തിൽ വിജയിച്ച ബൂവറുകൾ എന്ത് ചെയ്തു, ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയാണ് ചെയ്തത്. യെസ്, നാറ്റാൽ ഇവരെന്ത് ചെയ്തു, ഇവരുടെ പുതിയ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്, പുതിയ ബൂവർ റിപ്പബ്ലിക് ആയിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രേറ്റ് ട്രക്കിൽ പറയാനുള്ളത്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സിൽ ഇവിടെ ബോർഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ഫസ്റ്റ് ബോർ വാറിനെ കുറിച്ചാണ്. അപ്പൊ ഫസ്റ്റ് ബോർ വാർ യുദ്ധം തുടങ്ങിയിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1880 മുതൽ 1881 എന്ത് നടന്നത്, ഫസ്റ്റ് ബോർ യുദ്ധം നടന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ പലയിടങ്ങളിലും, അതായത് മെയിൻലി നമ്മുടെ ഡച്ച് പീപ്പിൾ, ബോർ പീപ്പിൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ എന്തുണ്ടായിരുന്നു, ഗോൾഡ്, ഡയമണ്ട് മൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ. യെസ്, സ്വർണ്ണ വജ്ര ഖനികൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ബോയ്സ് വാർ സ്റ്റാർട്ടഡ് വെൻ ബ്രിട്ടൻ അറ്റംപ്റ്റഡ് ടു മെർജ് ദ ബോർ റിപ്പബ്ലിക് വിത്ത് ദ ബ്രിട്ടീഷ് കോളനീസ്. ഓക്കെ, അപ്പൊ ബോർ യുദ്ധം എപ്പോഴാണ് തുടങ്ങുന്നത്, നമ്മുടെ ബ്രിട്ടൻ എന്ത് ചെയ്യാണ് ചെയ്തത്, ബോർ റിപ്പബ്ലിക് അവരുടെ ബ്രിട്ടീഷ് കോളനിയുമായിട്ട് അവർ എന്ത് ചെയ്യാൻ, അവരിങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് ബോർ യുദ്ധങ്ങൾ ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ ബ്രിട്ടൻ എന്ത് ചെയ്യാണ് ചെയ്തത്, ട്രാൻസ്വാൾ എന്നുള്ള സ്ഥലം എന്ത് ചെയ്തു, അവരുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഭരണം വ്യാപിക്കാൻ ബ്രിട്ടൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ് ചെയ്തത്, ബോർ വാർ തുടങ്ങുകയും പിന്നീട് നമ്മുടെ ബോർ വാർ ശക്തമായതിനു ശേഷം ലാസ്റ്റ് ആരാണ് ഫസ്റ്റ് വാറിൽ ജയിച്ചത്, ഫസ്റ്റ് വാറിൽ ബോയേഴ്സ് വോൺ ചെയ്യാണ് ചെയ്തത്. ആൻഡ് ദേ ഫോം ദ റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക മെർജിങ് ട്രാൻസ്വാൾ ആൻഡ് നിയർ ബൈ റീജിയൻസ്. ഓക്കെ, യുദ്ധത്തിൽ വിജയിച്ച ബൂവറുകൾ എന്ത് ചെയ്തു, ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ബോർ വാറിൽ പറയാനുള്ളത് കേട്ടോ. യെസ്, അപ്പൊ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മൈൻസ് സൗത്ത് ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇത് കയ്യിലാക്കാൻ നടക്കുന്നവരായിരുന്നു ആര്, നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവർ എന്ത് ചെയ്തു, ട്രാൻസ്വാളും അവരുടെ കോളനീസുമായിട്ട് മേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ ആരായിരുന്നു ജയിച്ചത്, നമ്മുടെ ബോയ്സ് ആയിരുന്നു ജനിച്ചത്. അങ്ങനെ ബോയ്സ് എന്ത് ചെയ്യാണ് ചെയ്തത്, പുതിയൊരു സൗത്ത് ആഫ്രിക്ക റിപ്പബ്ലിക് രൂപീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ബോർ വാറിൽ തുടങ്ങിയത്
പറയാനുള്ളത് കേട്ടോ. യെസ്, ഫസ്റ്റ് ബോർ വാറിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഫസ്റ്റ് ബോർ വാറോട് കൂടി അവിടെ യുദ്ധം തീർന്നില്ല. പിന്നീട് എന്ത് വരികയാണ് ചെയ്തത്? സെക്കൻഡ് ബോർ വാർ തുടങ്ങുകയാണ് ചെയ്തത്. 1899 മുതൽ 1902 വരെ 1899-1902 കാലയളവിലാണ് നമ്മുടെ സെക്കൻഡ് ബോർ വാർ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷിന്റെ താല്പര്യം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. യെസ്, നമ്മുടെ ബോർ ഹെൽഡ് റീജിയൻസിലേക്കായിരുന്നു ഇവരുടെ ഫുൾ കണ്ണുകൾ ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടായിരുന്നു? ഗോൾഡ് ആൻഡ് അതേപോലെ ഡയമണ്ട് മൈൻസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷിന്റെ ഫുൾ കണ്ണും എവിടേക്കായിരുന്നു? നമ്മുടെ ബോർ പീപ്പിൾസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ബോയ്സ് എന്ത് ചെയ്യാണ് ചെയ്തത്? ഈ മൈൻസിന് ടാക്സ് ഇമ്പോസ് ചെയ്യാണ് ചെയ്തത്. ഈ ഗോൾഡ് മൈൻസിന്റെ മേലിൽ എന്ത് ചെയ്തു? ടാക്സ് നിയമിക്കുകയാണ് ചെയ്തിരുന്നത്. ബുവറുകൾ സ്വർണ്ണ ഖനനത്തിന് നികുതി ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് അപ്പൊ തന്നെ എന്ത് ചെയ്തു? തൊഴിലാളികൾക്ക് വോട്ട് അവകാശം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആ മൈൻസിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് വേണമെന്ന് ബ്രിട്ടീഷ് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷും ബോയ്സും എന്ത് ചെയ്തു? യെസ്, ഇവര് തമ്മിൽ ഈ റിസോഴ്സസിന്റെ പേരിൽ യുദ്ധങ്ങളായിട്ടോ, വളരെ യുദ്ധമായി. അവസാനം ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ആണ് ജയിച്ചത്. ബ്രിട്ടീഷ് ജയിക്കുകയും പിന്നീട് ട്രീറ്റി ഓഫ് വെറീനിച്ചിങ്, ഇമ്പോർട്ടന്റ് ആണ്, ട്രീറ്റി ഓഫ് വെറീനിച്ചിങ് 1902 എന്ത് പറയാണ് ചെയ്തത്? ബോയ്സ് ബ്രിട്ടീഷ് സോവറിനിറ്റി എഗ്രി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് അധികാരത്തെ ഇവർ അംഗീകരിക്കുകയാണ് ഇവിടെ സംഭവിച്ചത്. വെറീനിങ് കരാറിൽ സംഭവിച്ചത്. വെറീനിങ് കരാർ എന്തായിരുന്നു? വെറീനിച്ചിങ് കരാർ 1902 കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ രൂപപ്പെടുകയും അവിടെയുള്ള ബ്രിട്ടീഷ് ആൻഡ് ആഫ്രിക്കാനേഴ്സിന് എല്ലാ റൈറ്റ്സ് കൊടുക്കുകയും അതേ സമയത്ത് തന്നെ ബ്ലാക്ക് പീപ്പിൾസിന്റെ റൈറ്റ്സ്, യെസ്, അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്ന തരത്തിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെക്കൻഡ് ബോർ വാറിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ പിക്ചേഴ്സിലൂടെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ബ്രിട്ടീഷിന്റെ മെയിൻ താല്പര്യം എന്ന് പറയുന്നത് ഗോൾഡ്, അതേപോലെ തന്നെ നമ്മുടെ ഡയമണ്ട്സിനോടൊക്കെ ആയിരുന്നില്ലേ. ഈ മൈൻസ് ഉണ്ടായിരുന്ന നമ്മുടെ ഡച്ച് പീപ്പിൾ അല്ലെങ്കിൽ ബോയ്സിന്റെ ഏരിയാസിനോടായിരുന്നു ബ്രിട്ടീഷിന് താല്പര്യം. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ബോയ്സ് എന്ത് ചെയ്യാണ് ചെയ്തത്? ഈ മൈൻസിന് പേരിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇവര് ടാക്സ് ഇമ്പോസ് ചെയ്തത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു? അവിടെയുള്ള തൊഴിലാളികൾക്ക് വോട്ട് അവകാശം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ പിന്നീട് ഇവർ തമ്മിൽ, ഈ ബോയ്സും അതേപോലെ ബ്രിട്ടീഷും തമ്മിൽ റിസോഴ്സസിന്റെ പേരിൽ, വിഭവങ്ങളുടെ പേരിൽ യുദ്ധം നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? യുദ്ധത്തിൽ ജയിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. ഓക്കെ, അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച ബ്രിട്ടീഷുകാരെ ട്രീറ്റി ഓഫ് വെറീനിച്ചിങ്ങിൽ എന്താണ് ചെയ്തത്? യെസ്, ട്രീറ്റി ഓഫ് വെറീനിച്ചിങ്ങിൽ നമ്മുടെ ബോയ്സ് എഗ്രി ചെയ്തു. ഓക്കെ, നിങ്ങൾക്കാണ് ഈ ഒരു അധികാരം എന്നുള്ള കാര്യം, നിങ്ങളുടെയാണ് സോവറിനിറ്റി എന്നുള്ള കാര്യം ബോയ്സ് എഗ്രി ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ അവർ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കപ്പെടുകയും അവിടെ ബ്രിട്ടീഷിനും ആഫ്രിക്കാനേഴ്സിനും എല്ലാ അവകാശങ്ങൾ, റൈറ്റ്സ് കൊടുക്കുകയും ചെയ്തു. അതേസമയം തന്നെ അവിടെയുള്ള ബ്ലാക്ക് പീപ്പിൾസിന്റെ റൈറ്റ്സ് ഡിനൈ ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് മക്കളെ നമ്മുടെ സെക്കൻഡ് ബോർ യുദ്ധങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ 1 and 2 ബോർ യുദ്ധവും അതേപോലെ ഗ്രേറ്റ് ചെക്കും നമ്മൾ ക്ലിയർ ആയിട്ട് ഏറ്റവും സിമ്പിൾ പോയിന്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെങ്കിലും പക്ക സെറ്റ് ആണെങ്കിലും എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ മിസ്സിന്റെ മഞ്ഞപ്പൂക്കൾ കൊണ്ടൊന്ന് നിറച്ചിടാട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയും നമുക്ക് കാണാം. ബൈ, താങ്ക് യു.